ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് നല്ല നല്ല കഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കഥ ഞാൻ പറയാം. 2004 അന്ന് +2 പഠിക്കുന്ന സമയത്ത് ഒരു ടൂർ യാത്ര പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിറ്റി ആയിട്ടുള്ള ബാംഗ്ലൂരിലേക്കാണ് അന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ ആ ടൂറ് പോവാനുള്ള പൈസ കൊടുക്കാൻ പോലും വീട്ടിൽ അത്ര നല്ലൊരു സാമ്പത്തിക ഭദ്രതയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഉമ്മ അതിന് സമ്മതിക്കുകയും ഉപ്പയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു തന്ന് അതിന് ആ ടൂറിന് പോവുകയാണ് ഉണ്ടായിരുന്നത്. അന്ന് വരെ കോഴിക്കോടും മലപ്പുറവും മാക്സിമം പോയ വയനാട് വരെ കണ്ടിരുന്ന ഒരു കൊച്ചുബാലൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ലോകത്തേക്ക് വാതിൽ തുറക്കാനുണ്ടായത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞ് കർണാടകയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വിശാലത കൂടുക. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിലെ ലാൽബാഗും കബ്ബൻ പാർക്കും അതുപോലെ വിധാൻ സൗദയും MG റോഡും മറ്റനേകം കാഴ്ചകളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കാണുകയുണ്ടായി. ഞങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ അന്യഭാഷ സംസാരിക്കുന്ന ആളുകളെ കാര്യമായിട്ടൊന്നും അക്കാലത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു. മലപ്പുറത്തെ എളമരം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ വാഴക്കാട് പഞ്ചായത്തിൽ ജീവിച്ചു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സ്വപ്നതുല്യമായിട്ടുള്ള യാത്രയായിരുന്നു. ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡിലൂടെയും MG റോഡിലൂടെയൊക്കെ ഞങ്ങൾ കൂട്ടമായി നടന്നപ്പോൾ ഞങ്ങൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലത്തെ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുണ്ടായത്. അങ്ങനെ ആ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ദിവസങ്ങളോളം എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ബന്ധപ്പെട്ട ബന്ധുക്കളോടുമൊക്കെ എനിക്ക് പറയാൻ ആയിരക്കണക്കിന് കഥകളുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട കാഴ്ചകളും ഞങ്ങൾ കഴിച്ച ഭക്ഷണങ്ങളും ഞങ്ങൾ കണ്ട ആളുകളും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. ജീവിതത്തിൽ തന്നെ പുതിയ ഒരു അനുഭവം നൽകിയത് ആദ്യത്തെ ആ കേരളത്തിന് പുറത്തേക്കുള്ള യാത്രയാണ്. പിന്നീട് സംഭവിച്ചതെല്ലാം വിചിത്രമായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് അടുത്തൊരു കഥയിൽ പറയാം. നിങ്ങൾക്കും ഇതുപോലെ നല്ല നല്ല കഥകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പ്രത്യേകിച്ചും ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ച സമയത്തുണ്ടായിരുന്ന കഥകൾ. അതൊക്കെ നിങ്ങളും ഷെയർ ചെയ്യുക. ആളുകൾ അറിയട്ടെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ മാധുര്യം, നമ്മൾ അനുഭവിച്ച ഓർമ്മകൾ. അത് മറ്റുള്ളവർക്ക് നമ്മൾ സമ്മാനിച്ചതാവാം, ഓർമ്മകളായിട്ട് നമുക്ക് ലഭിച്ച സമ്മാനങ്ങളാവാം. അപ്പം ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തി കൂടുകയാണുള്ളത്. ബിസിനസ്സുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം മേഖലകളിൽ നമ്മുടേതായ കഥകളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു പ്രചോദനമായി മാറുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ ബാംഗ്ലൂർ യാത്ര പുതിയതായിട്ടുള്ള വാതായനങ്ങൾ എൻ്റെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നതായിരുന്നു. നിങ്ങളുടെയും അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.